ഇന്നേ ദിവസം പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് മനസ്സ് ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ സങ്കീർത്തനം 46:10 ഒന്ന് വായിക്കണം കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. പലപ്പോഴും നമ്മൾ ലൈഫിലെ പ്രഷേഴ്സും പല ചിന്തകളും ഇനി എന്താവും എന്നുള്ള തോട്ട്സൊക്കെ കാരണം നമ്മളിങ്ങനെ അശാന്തമായിട്ട് നമ്മുടെ മനസ്സിരിക്കുമ്പോൾ ഈ വചനം ഒന്നെടുത്ത് വായിച്ച് സകലതിനെ സൃഷ്ടിച്ച മനോഹരമാക്കിയ ദൈവത്തിൻ്റെ അശാന്തത നമ്മളിലേക്ക് കടന്നു വരും. ഈശോ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രക്ഷോഭമായ കടലിനെ കർത്താവ് ശാസിച്ചുകൊണ്ട് ശാന്തമാവുക എന്ന് പറഞ്ഞു. ലൈഫിലും ചില കാര്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ശാന്തത കൊണ്ടുവരും. അപ്പോൾ ഇന്ന് സങ്കീർത്തനം 46:10 വചനത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. കർത്താവിൻ്റെ ആ ശാന്തതയുടെ വലിയ സാന്നിധ്യം, മഹത്വം, അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും. ആമേൻ. Psalms 46:10. Be still and know that I am God. God bless you.